പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് ദിവസം മത്തായി 14:14 തിരുവചനത്തിലൂടെ ഈശോ നമ്മോട് സംസാരിക്കുകയാണ്. അവൻ കരക്കിറങ്ങിയപ്പോൾ വലിയ ഒരു ജനക്കൂട്ടത്തെ കണ്ടു. അവരുടെ മേൽ അവന് അനുകമ്പ തോന്നി. അവരുടെ ഇടയിലെ രോഗികളെ അവൻ സുഖപ്പെടുത്തി. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ തിരുവചനത്തിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കും അനുകമ്പയോടെ നമ്മെ നോക്കി കാണുന്ന ഒരു ദൈവത്തെ. പ്രിയപ്പെട്ടവരെ, വചനം പറയുന്നത് എങ്ങനെയാണ്? അവൻ കരക്കിറങ്ങിയപ്പോൾ വലിയ ഒരു ജനക്കൂട്ടത്തെ കണ്ടുവെന്ന്. പ്രിയപ്പെട്ടവരെ, ഈശോ ഇന്ന് നമ്മളെ നോക്കി കാണുകയാണ്. ഈശോ നോക്കുമ്പോൾ കാണുന്ന ഒരു വലിയ ജനക്കൂട്ടത്തെയാണ് അന്ന് കണ്ട് അതേ ഈശോ ഇന്നും കാണുന്നത്. പ്രിയപ്പെട്ടവരെ, വേദനിക്കുന്ന, വിഷമിക്കുന്ന, ആകുലപ്പെടുന്ന ഒരു ജനക്കൂട്ടത്തിൻ്റെ മധ്യ നിന്നുകൊണ്ട് ഈശോ നമ്മെ നോക്കി കാണുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വേദനകൾ അറിയുന്ന, നമ്മുടെ ആകുലതകൾ അറിയുന്ന, നമ്മുടെ അസ്വസ്ഥതകൾ അറിയുന്ന ദൈവം നമ്മുടെ കൂടെ വസിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ചേർന്ന് നിൽക്കുന്ന ദൈവത്തെ നമുക്ക് കാണുവാൻ സാധിക്കും. ഈശോ പറയുന്നത് എങ്ങനെയാണ്? അവരുടെ മേൽ അവന് അനുകമ്പ തോന്നിയെന്ന്. സഹോദരരെ, ഇന്നും ഇപ്പോഴും ദയയോടെ, അനുകമ്പയോടെ, കരുണയോടെ നമ്മെ നോക്കിക്കാണുന്ന ദൈവത്തെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അവിടുത്തെ അനുകമ്പ ഒന്നുകൊണ്ട് മാത്രമാണ്, അവിടുത്തെ കരുണ ഒന്നുകൊണ്ട് മാത്രമാണ് ഇന്ന് ഈ ഭൂമിയിൽ നമുക്ക് ജീവിക്കുവാൻ സാധിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഇടയിൽ അനേകം രോഗികളുണ്ട്, വേദനിക്കുന്നവരുണ്ട്, രോഗത്താൽ തളർന്നു പോകുന്ന അനേകം മക്കളുണ്ട്, മനസ്സ് മടുത്തിരിക്കുന്ന അനേകം മക്കൾ നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ കൂട്ടായ്മയിലുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ തിരുവചനം കേൾക്കുന്ന ഓരോ വ്യക്തികളോടും എനിക്ക് പറയാനുള്ളത്, വിശ്വാസത്തോടെ നിന്റെ വേദനകൾ, നിന്റെ രോഗപീഠകൾ ഈശോയുടെ മുമ്പിലേക്ക് സമർപ്പിക്കുക. ഈശോ പറയുന്നത് അതാണല്ലോ പ്രിയപ്പെട്ടവരെ, അനുകമ്പ തോന്നിയെന്ന്. തൻ്റെ ജനത്തെ കണ്ടപ്പോൾ, തൻ്റെ മക്കളെ കണ്ടപ്പോൾ, വേദനിക്കുന്നവരെ കണ്ടപ്പോൾ അവിടുന്ന് അനുകമ്പ തോന്നിയെന്ന്. പ്രിയപ്പെട്ടവരെ, രോഗികളായി കഴിയുന്ന ആരെങ്കിലും പ്രിയപ്പെട്ടവർ ഇന്ന് ഈ തിരുവചനം കേൾക്കുന്നുണ്ടെങ്കിൽ വിശ്വാസത്തോടെ ഈശോയുടെ മുമ്പിലേക്ക് നിങ്ങളുടെ രോഗപീഠകളെ സമർപ്പിക്കുക. സൗഖ്യപ്പെടുത്തുന്ന ഒരു ദൈവത്തെ നമുക്ക് കാണുവാൻ സാധിക്കും. വിശ്വാസത്തോടെ നിന്റെ രോഗപീഠകൾ ഈശോയുടെ മുമ്പിലേക്ക് സമർപ്പിക്കുക. ഇന്ന് ഈ തിരുവചനം കേൾക്കുന്ന ഓരോ വ്യക്തികളിലേക്കും ഈശോ കടന്നു വന്ന് നിന്റെ രോഗങ്ങൾ സൗഖ്യമാകുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. വിശ്വാസത്തോടെ ഒരു ഹല്ലേലൂയ പറയുവാമോ? ദൈവം നമ്മെ തൊട്ട് സുഖപ്പെടുത്തി എന്ന് വിശ്വസിച്ചുകൊണ്ട് ഹല്ലേലൂയ, ആമേൻ.